ബട്ടൺ. രണ്ടാമത്തത് ലിസ്റ്റ് മെസ്സേജ്. മനസ്സിലായ? അപ്പൊ നെക്സ്റ്റ് അല്ലെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ബട്ടൺ ആ കൊടുക്കും. ബട്ടൺ ബട്ടണാണ്. ബട്ടൺ കൊടുക്ക്. ആ, ആ, start. ഇതാണ് ബട്ടൺ. വാട്സപ്പിലാ? അടപ്പ്. ബട്ടന്റെ ടൈറ്റിൽ വേണ്ടേ? ബട്ടന്റെ ടൈറ്റിൽ എന്താ കൊടുക്കുക? അങ്ങനെ ഇറക്കുക ബട്ടന്റെ ടൈറ്റിൽ. നെക്സ്റ്റ് ബട്ടന്റെ ടൈറ്റിൽ. ബട്ടന്റെ ടൈറ്റിൽ. ഇപ്പൊ നിങ്ങൾക്ക് എന്നാ ചോദിക്കണ്ടേ? അതാ എന്താണ് ചോദിക്കണ്ടേ? ഇത് വരുമാനത്തിനാണോ, ഇത് ഫിറ്റ്നസിനാണോ, വെയിറ്റ് കുറക്കാനാണോ, വെയിറ്റ് കൂട്ടാനാണോ, ഒരു ജോലിക്കാണോ? എന്നാ ആടാ യെസ് കൊടുക്ക. യെസ്. എവിടെ? ബട്ടല്ലോ? അല്ലെങ്കിൽ ഏതെല്ലാം നിങ്ങളെ ചോദ്യങ്ങൾ എന്നല്ല? പൊന്നു ചോദിക്കാൻ ഓവറോൾ ഫിറ്റ്നസിനാണോ, വെയിറ്റ് ലോസിനാണോ, വെയിറ്റ് ഗെയിനാണോ, ലൈഫ് സ്റ്റൈലിനാണോ, ഒരു അത് ബിസിനസ് ആക്കി കൊടുക്ക്. വളർത്താനാണോ? അത് കൊടുക്ക. ഏത് ലൈഫ്. ബട്ടല്ലോ? അങ്ങ് ആ ചോദ്യം ഞാനെ കൊടുത്ത അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി. ആ പൊന്നിയോ, ആ, 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 ഓക്കെ. നിങ്ങളെ തന്നെ കോപ്പി അടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വേണ്ടേ? അതെ. ബട്ടൺ എല്ലാം വേണ്ടേ? ഉം. ഡിലീറ്റ് ആക്ക്. ടീച്ചർ. ഡിലീറ്റ് ആക്ക്. അത് ഡിലീറ്റ് ആക്ക്. ആക്കി. ഇന്ററാക്റ്റീവ് വേണ്ട. ഇന്ററാക്റ്റീവ് എല്ലാം വേണ്ടിയ. ആ ഏതാ? CT ആണോ? CT ആണോ? CT ആണോ? അതില് പിന്നെ ഇന്ററാക്റ്റീവ് ലൊക്കേഷൻ യൂസർ ഇൻപുട്ട് ഫ്ലോ. യൂസർ ഇൻപുട്ട് ഫ്ലോ. ഓക്കെ. അതിനിപ്പോ എന്തൊക്കെയും ഓക്കെ. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ആടെ എന്തെങ്കിലും പേര് കൊടുക്കുക. ടെസ്റ്റ് ചെയ്യുന്നേട്ട കൊടുത്തിട്ട് തൽക്കാലം. ആ അത് താഴോട്ട് പോയിട്ട് ആടെ സേവ് കൊടുക്കുക. തൽക്കാലം സേവ് കൊടുക്കും. നമുക്ക് പിന്നെ മാറ്റാമല്ലോ. സേവ് ചൂസ് കൊടുക്കാത്ത എ യൂസർ ഇൻപുട്ട്. പ്ലീസ് ചൂസ് ഇൻപുട്ട് ഫ്ലോ ID. ഫ്ലോ ID നിങ്ങൾ ക്ലോസ് ചെയ്തേ. താഴോട്ട് പോട്ടെ. എൻ്റെ ക്ലോസ് ചെയ്ത്. അതിൽ പോകാനായിട്ടില്ല. ക്ലോസ് ചെയ്യും. ക്ലോസ്. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് കൊടുക്ക്. നെക്സ്റ്റ്. എവിടെ? ഡിലീറ്റ് ആക്കിയേ. അല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞ നെക്സ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്നാ ഞാൻ ഡിലീറ്റ് ആ. ഇതാണോ? യൂസർ ഇൻപുട്ട് ഫ്ലോ തന്നെ പോട്ടെ. യൂസർ ഇൻപുട്ട് ഫ്ലോ. ആടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്ക. ഇവിടെ ഓക്കെ. അതും എല്ലാവരും എന്റെ ചാറ്റിൽ ചോദിച്ച പോലെ മൂന്നാല് ഒരു ഇതായിട്ട് ചോദിച്ചിട്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടിയേ. അതൊക്കെ ഇനി ഇങ്ങനെയും ചോദിക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. ഇവിടെ നിങ്ങൾ ഫോർ ഫാറ്റ് ലോസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫാറ്റ് എന്തെന്നാണ് ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഇവിടെ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാണ്? ഇവിടെ തൊടുക. അതിൻ്റെ അല്ല അതിൻ്റെ ഉള്ളിൽ കുത്തുക. ആടെ തൊടല്ല നിങ്ങൾ. അതാണ് ക്ലോസ് ചെയ്യേ. ക്ലോസ് ചെയ്യേ. ഇവിടെ അവള് കുത്തിയിട്ട് പുറത്ത് വലിക്കേ. നേരത്തെ എല്ലാം ചെയ്ത പോലെ. അതെ. ആ
എന്നിട്ട് ആടെ എന്താ ചോദ്യം? നിങ്ങളെ ചോദ്യം കൊടുക്കുക. മൾട്ടിപ്പിൾ ചോയ്സ്. മൾട്ടിപ്പിൾ ചോയ്സാ? എല്ലടോ. അതാ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ആടെ നിങ്ങളെ ചോദ്യം എന്തെന്നാണ്? ഇതെന്നാ പേശിന? അതൊരു ചോദ്യമല്ലേ ചോദിക്കാവോ? ഇല്ല, 5 ചോദ്യം. 5 ചോദ്യ? നിങ്ങൾ ചോദിച്ച എങ്ങനെയാ അതേപോലെ തന്നെ. ഓക്കെ ഓക്കെ. കൊടുക്ക. ഓക്കെ. യെസ്. ഇനി താത്ത് സേവ് ആക്ക്. ഇവിടെ ഒന്നും വേണ്ട, കീവേഡ് ഒന്നും വേണ്ട. അത് മൾട്ടിപ്പിൾ അല്ല അതിന് വേണ്ടി. നോക്കിയാൽ ഒന്നും കൂടി പൊന്നിച്ചങ്ങള്. മൾട്ടിപ്പിൾ അല്ല വേണ്ടി. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓപ്ഷൻ നമ്മളിങ്ങനെ കൊടുക്കണം ഓരോന്നും ഇവിടെ. ഓപ്ഷൻ ഒന്നിന് ഇവിടെയും കൊടുക്കണം, ഓപ്ഷൻ ആ, രണ്ട് അങ്ങനെ എനിക്ക് കൊടുക്കണം. തോന്നുന്നു സർവേ ഹാർട്ട് പോലെ. ഇവിടെ ഫ്രീ കീ ഇൻപുട്ട് കൊടുക്കുക. ഫ്രീ. ഫ്രീ. ആ മേലത്തെ. ഓക്കെ ഓക്കെ. ഇനി സൈബി, ഇനി ഇവിടെ ഒന്ന് അതിൽ ചോദിക്കുന്നത് റീപ്ലേ ടൈപ്പിന് ടെക്സ്റ്റ് ഒക്കെ. അതിൽ ടെക്സ്റ്റ് ആണോ അതിൽ വരിക, നമ്പറോ ഏതെങ്കിലും അടിക്കും ആ ടെക്സ്റ്റ്. ഓക്കെ. പിന്നെ സേവ് ടു കസ്റ്റം ഫീൽഡ്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റഡ് എന്നാലും വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നമ്പർ കസ്റ്റം അല്ലേ, ഫീൽഡ് നമ്പർ കൊടുക്കണം. അല്ലേ വേണ്ടി. നമ്പർ ടെക്സ്റ്റിൽ നമ്പറിലും വരൂല എല്ലാം നമ്പർ. നേരെ ചോദ്യം വരുന്ന സമയത്ത് 2, 3 അമർത്തി കഴിഞ്ഞാലല്ലേ അതിനനുസരിച്ച് പോവാ. നമ്പർ കൊടുത്ത നമ്പർ. ആ ഓക്കെ. പിന്നെ ഏതെങ്കിലും കസ്റ്റം ഫീൽഡിൽ വേണമെങ്കിൽ അതിൽ കൊടുക്കാം. കസ്റ്റം ഫീൽഡ് എന്ന് പറയുന്നത് പിന്നെ എന്നാ ആടെ ഇൻട്രസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ്. ഓക്കെ. ഇത് താഴോട്ട് പോട്ടെ. കഴിഞ്ഞല്ലോ. ഇനി സേവ് കൊടുക്കുക. സേവ് സേവ്. ഓക്കെ. അതിന് ഇനിയിപ്പോ ഇനി അടുത്ത മെസ്സേജ് അല്ല വേണ്ടി. അടുത്ത വീഡിയോ അവരേതാണോ ഇത് പറഞ്ഞത് വീഡിയോ. അതിനനുസരിച്ചുള്ള വീഡിയോ. ഓക്കെ. ഏതാണോ പറഞ്ഞത് അതിനനുസരിച്ച് വീഡിയോ പോകണം അല്ലേ? ആ ഓ, അതൊന്നും കൂടി ഇതൊക്കെ ആലോചിച്ച് ചെയ്യാൻ മതി. അത് ഇതൊക്കെ ഏതാണോ ഇതിപ്പോ ഏത് ഞെക്കിയാലും ഒന്നാ പോവാ. മനസ്സിലായില്ല? ഏത് പറഞ്ഞാലും ഒന്നായില്ല പോവാ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് മാറ്റി ഇതിന്റെ ഇടയ്ക്കെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എപ്പുറം ബോയ്സ് ആണ്ടെങ്കിലും ഇവിടെ ഇത് ആക്കുക, അതിൻ്റെ ആടെ ബോയ്സ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് നീക്കുക. അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഒരു നമ്പറിനനുസരിച്ച് ഇപ്പൊ എങ്ങനെ ഇത് കൊടുക്കാം. നമ്പറിനനുസരിച്ചെങ്കിൽ എൻ്റെ കയ്യിൽ നമ്പർ അനുസരിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. ഞാനിങ്ങനെയാണോ എന്ന് ചെയ്യുന്ന സംശയം. എൻ്റെ ഏത് വന്നാലും ഒറ്റ ഇതല്ല, ഞാൻ ലാൻഡിങ് പേജല്ല കൊടുക്കുന്നത്. ഉം, ഉം, ഉം. നമ്പറിനനുസരിച്ചാൽ നമ്മൾ ബട്ടണോ ലിസ്റ്റോ ആക്കണം ഇവിടെ. അന്നേരം ഓരോ ചോദ്യം ചോദിക്കാൻ പറ്റും. മനസ്സിലായില്ല? ഉം. ഇപ്പൊ അതല്ലെങ്കിൽ ഇവിടെ എന്താക്കണം, ലാൻഡിങ് പേജ് കൊടുത്തിട്ട് എല്ലാവരും അടുത്തേക്ക് ഉണ്ടാക്കും. ലാൻഡിങ് പേജ് എന്നായിരിക്കണം അടുത്ത്. ഞാൻ എങ്ങനെയാണ് ചെയ്തത്? അതല്ലെങ്കിൽ നമ്മൾ ബട്ടൺ കൊടുക്കുക. ഓവറോൾ ഫിറ്റ്നസ്, വെയിറ്റ് ലോസ്, ലൈഫ് സ്റ്റൈൽ മുക്തി നേടുക, ബിസിനസ്സായി വളർത്താൻ, ഒരു ജോലി നേടുക എന്ന് അതർ. അങ്ങനെ നമ്മൾ ബട്ടൺ കൊടുത്താൽ ആ ബട്ടൺ ഞെക്കുമ്പോൾ അത് അടുത്തേ പോകും. ആ ഏത് ബട്ടൺ? നമ്മളിപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ആ ഇപ്പൊ അടുത്ത നമുക്ക് ഒരു ചോദ്യം, ഇപ്പൊ ഒരു നമ്പർ ഞെക്കി. ആ നമ്പർ ഇപ്പൊ ഏത് നമ്പർ ഞെക്കിയാലും അടുത്തൊരു മെസ്സേജ് നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കാം. ആ അതല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉള്ളത്. ഉം. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഇത് ഏത് ചോദ്യം വന്നാലും എൻ്റെ ലാൻഡിങ് പേജാ പോകുന്നത്. ഉം. അപ്പൊ ആടെ ഞാൻ ആടുന്ന കാറ്റഗറി ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ, കാറ്റഗറൈസ് ചെയ്യുന്നില്ല. കാറ്റഗറി ചെയ്യാൻ എന്ത് ചെയ്യാ?
കാറ്റഗറി ചെയ്യാൻ ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ ഇത് എന്താക്കുക, ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു സൈഡിൽ വെക്കുക. ഡിലീറ്റ് ചെയ്യണോ? ഡിലീറ്റ് ചെയ്യാണ്ട് സംഗതി ഒരു പഠിപ്പിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ ലൈൻ ബേർമേല് ആ ബേറിൻ്റെ എൻ്റെ റൈറ്റ് ക്ലിക്ക് കേൾക്ക്, റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് അവർക്ക് ഡിലീറ്റ് അതിപ്പുറത്താവുക. എങ്ങനെ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരിക? കൺട്രോൾ സെഡ് അടിച്ച് നോക്ക്. അതിലല്ല കൺട്രോൾ സെഡ്, അതല്ലായിരുന്നു കൺട്രോൾ സെഡ്. ആ ഓക്കെ ഓക്കെ. ഇനി ഇതിന്റെ ബേർമേൽ മാത്രം ഞെക്ക് മമ്പ, ബേർമേൽ മാത്രം ബേർമേൽ. ഇതുമല്ല ഇനി ഡിലീറ്റ്. ആ റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്. ആ ഇനി ഇത് ഏതെങ്കിലും ഒരു സൈഡൊക്കെ ഉണ്ടാക്കി നീല അടുത്ത ഏതെങ്കിലും അരിയത്ത ആവശ്യമില്ല, നമുക്ക് എടുക്കാം. യൂസർ ഇംപ്ലിമെന്റിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ നീട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ആ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കും. ഓക്കെ. ആദ്യത്തെ ചോദ്യം കൊടുക്കുക. ആദ്യത്തെ ഒരു ചോദ്യം. ഓക്കെ. അല്ല ആ ചോദ്യം മുഴുവൻ കൊടുക്കാണ്. ആ ഓക്കെ. ആ മുഴുവൻ ചോദ്യം കൊടുക്കുക. അങ്ങനെ അത് നോമ്പുണ്ട്. ആ മോള് കഴിച്ചോ. അത് നോമ്പുണ്ട്. പേസ്റ്റ് കൊടുക്കുക. ഇതേ പേസ്റ്റ്. വരുന്നില്ല. ആ അതൊന്നും കൂടി കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഇല്ലെന്ന് വരുന്നില്ല. അടുത്ത ആൾ പോയിട്ട് കോപ്പിങ് ചെയ്തോ? അങ്ങോട്ട് തന്നെ ഇല്ലത്. കുട്ടി അടക്കം ചോദിക്കലടുത്ത് വരുന്നില്ല. ഇല്ലെന്ന് പേസ്റ്റ് ആക്കാൻ പറ്റിയ എന്റെ മാമൻ ചോദിക്കുന്നുണ്ട്. ആ ഓപ്ഷൻ 1 അതിൽ ഓവറോൾ ഫിറ്റ്നസ് ആൾക്കാർക്ക് നിങ്ങൾക്ക് ഏത് ഗോളാണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ അങ്ങനെ അടിച്ചു നോക്കാം. ആ അതിൽ ഓവറോൾ ഫിറ്റ്നസ് എന്നുള്ള ഒന്ന് മാത്രമേ എഴുതി കോപ്പി ചെയ്യും. അത് താഴത്തെ ഓപ്ഷൻ 1 പേസ്റ്റ് ചെയ്യും. കോപ്പി ചെയ്യാൻ വേണ്ടി കട്ടാ. ആ കോപ്പി. അത് ബയ്യക്കട്ടാക്ക് നമ്മളെ വർക്കൗട്ട് ആവാൻ നോക്കുക. പുതിയ പരീക്ഷണമായി. ആ പേസ്റ്റ്. അടുത്ത രണ്ടാമത്തെ ആടെ കൊടുക്കുക. നമ്മള് വർക്കൗട്ട് ആവാൻ നോക്കുക. ചെയ്തിട്ടില്ലല്ലേ, ആദ്യം ചെയ്യാൻ പോലെ. ഇത് ഞാൻ ചെയ്തിട്ടില്ല. അല്ല മറ്റേ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ നമുക്ക് ബട്ടൺ ആഡ് ചെയ്യുന്ന പേസ്റ്റ് ബട്ടൺ ആഡ് ചെയ്യുന്ന വേറൊരു ഓപ്ഷൻ എന്തായാലും ഉണ്ട്. നിങ്ങൾ ചെയ്ത പോലെ ചെയ്താൽ മതി. പിന്നെ ഇല്ല ഒന്ന് തന്നെ കൊടുത്താൽ മതി. എന്നാ ആ ജോലി എന്നുള്ളതാണ് മാറ്റിയാലേ, ആ ജോലി എന്നുള്ളതാണ് അല്ല മാറ്റി. അ- അന്നേരം നമുക്ക് ലാൻഡിംഗ് പേജ് ആ കൊടുക്കാനാവും, വേറൊരു ഓപ്ഷൻ ആണില്ലല്ലോ. ആടെ അതേ പൊന്നോ നമ്മളേ, ആ ഞാൻ പറയണ എന്താ അറിയോ, ഇവിടെ ആ ബിസിനസ് എന്നുള്ളത് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒന്നാണ്. വേണ്ട, ഓക്കെ. ബിസിനസ് ആ ആ എന്നുള്ള ആ. ഒഴിവാക്കുക. ആടെ അയ്യ നമുക്ക് ഇവിടെ ബിസിനസ് പിന്നെ ചെയ്യാം. ആദ്യം ഹെൽത്തിനുള്ള ആൾക്കാർ വരട്ടെ. അല്ല ഇവിടെ പ്ലസ് കൊടുക്കുക നമ്മൾ നോക്കുക. ചിലപ്പോൾ അതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ നോക്കുക. ചെയ്യാത്തൊരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമില്ല. മനസ്സിലാവണം. അതിനേക്കാൾ റിസൾട്ട് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് എനക്കും ഇംപ്ലിമെന്റ് ചെയ്യാലോ. നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മള് നടത്തി ആ കഴിഞ്ഞാല് ടെസ്റ്റ് ആയിരുന്നാ തീർത്ത് കൊടുക്കണ്ട. നമ്മൾ ഇത് മാത്രം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെന്നാ വരുന്നത്. ആ പ്ലസ് കൊടുത്തിട്ട് 5 കൊടുക്കും. പ്ലസ് കൊടുക്കാൻ ചിലപ്പോൾ അതിനേക്കാളും വിജയമായിരിക്കും. ഒന്നുകൂടി പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുക്കുക. ആ പൊന്നാവട്ടെ. ഇങ്ങോട്ട് താഴെ വെക്കുക. താഴ്ത്തിയിട്ട് സേവ് കൊടുക്കുക. ബാക്കി നമുക്ക് നോക്കാം. ഇതെന്തെങ്കിലും കൊടുക്കണ്ട. ഇല്ല, സേവ് കൊടുക്കുക. ഓക്കെ. ആദ്യം സേവ് ആകത്ത ഇങ്ങനത്തെ ഇത് ചെയ്യാത്തോണ്ടാ. മാക്സിമം അപ്പോ 20 ഈസ് ഫോർ
an option. അങ്ങനെയാണല്ലേ. അതായത് അധികം ലോങ് ഉള്ള സാധനമില്ലേ, ഒരു ബിസിനസ് എന്നുള്ള ഒരു ബിസിനസ് മാത്രമായി വളർത്താന്ന് വേണ്ട. പിന്നെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ എന്നുള്ളതാവും വലിയ അല്ലേ, ഇതിന്റെ മേലെ ഉണ്ടല്ലോ. ഇനിയൊന്നും ശരിയില്ല. ആവണില്ല. മാക്സിമം അത് അതിൽ ഒന്നും കൂടി ഉണ്ട്, ഒരു മറ്റേ ഇത് ഒരു ജോലി നേടുക ഹെൽത്ത് എന്നുള്ള ഇപ്പറില്ലേ, അതുപോലത്തെ സംഭവം. മതി, അതും കൂടി പോട്ടെ. ആ, ഇല്ല, ശരിക്കോ ഇല്ല. ആവണില്ല. ഓക്കെ 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 ഓക്കെ. ഇത് പോട്ടെ, ഇതേതായാലും എന്നാ പിന്നെ അങ്ങനെ കൊടുത്താലോ. ആ, അതങ്ങനെ പറഞ്ഞേ. ഇങ്ങ ആകെ ഈ ജി ക്ലാസ് ആക്കുമ്പേ നോമ്പറൊക്കെ ഇരിക്കണ സമയത്താണ്. ഫ്രീ കീബോർഡാ ഇതാ ക്ലോസ് ആയിക്കളാ, അത് വേണ്ട. ക്ലോസ് ചെയ്യല്ലേ? നമുക്ക് പിന്നെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ നമ്മളിവിടെ ഡിലീറ്റ് ഒരു ഇല്ലേ? വോയിസ് ആർക്ക് യൂസർ ഇൻപുട്ട് ഡിലീറ്റ് ആക്കിയാ ഇനി എന്താ? കമ്പോസ് മെസ്സേജിൽ പേരർക്ക് പുതിയ ഇതർക്ക് ആ, ഒന്ന് ആലോചിക്കും. പോലെ ഒന്ന് ആലോചിക്കട്ടെ ഇന്ററാക്ട് ചെയ്ത് CTIRL ബട്ടൺ ഗൂഗിൾ ഷീറ്റ് വാട്സപ്പ് ഇൻപുട്ട് ഫോം സുബ്ഹാനല്ലാഹ്. ഇന്ററാക്റ്റീവ് നോക്കിയാ ബട്ടൺ ലിസ്റ്റ് മെസ്സേജ്. ഏതാ? യാ ശേഖ. യാ ലിസ്റ്റ് മെസ്സേജ് അത് എൻ്റെ പോലെയല്ലേ വരുക. എൻ്റെ പോലെ വരണമെങ്കിൽ നെക്സ്റ്റ് എൻ്റെ പോലെ തന്നെയാ വരണമെങ്കിൽ ഞാൻ നോക്കട്ടെ. ആ, നിങ്ങളെ പോലെ തന്നെ വരട്ടെ. അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ. ഓ, എന്താണ് ആ നോക്കാം. അപ്പോ എന്താണ് ബോട്ട് ബോട്ട് വീഡിയോ കണ്ട? അരെ അവരെ വീഡിയോ കണ്ടക്കും? ഏത് വീഡിയോ? അവരെ അയച്ചെന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണാത്ത സമയം വന്നു. ആരയച്ചെന്ന്? അല്ല, അവരെ നമ്മളെ വാബീസിൻ്റെ ഓഫീസറ്.
അത് അതിൻ്റെ അത്ര സമയമാണ് ഇപ്പം കാണുന്നത്. അത് കണ്ടാൽ നല്ല ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അവൻ്റെ. നല്ല സൗണ്ടാ. അപ്പോൾ ഓഡിയോ പോയി ഇവിടെ നമ്മൾ ന്യൂ ക്വസ്റ്റ്യൻ്റെ മുമ്പേ ഏതാണ് ഞാൻ എല്ലാം എൻ്റെ ബോട്ട് ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഞാൻ ഏതാ അതന്നെ അങ്ങനെ കൊടുത്തത്. ചെയ്യേണ്ടി, അങ്ങനെ ചെയ്യും. നിങ്ങൾ ഞാനേതാ എങ്ങനെയാണോ സെറ്റ് കൊടുത്തതെന്നൊക്കെ. ചെയ്തത് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യും. ആർ യു ഇൻട്രസ്റ്റഡ് യൂസർ ഇൻപുട്ട് ഫോർ ഓക്കെ. ആളെ യൂസർ ഇൻപുട്ട് ഫ്ലോ തന്നെയാണ് കൊടുത്തത് നമ്മൾ. സാറേ യൂസർ ഇൻപുട്ട് ഇന്ററാക്റ്റീവ് ഇത് ഒഴിവാക്കുക, ഇത് ഡിലീറ്റ് ആക്കണം. എൻ്റെ ആടുന്ന് പുതിയ വള്ളി ഇറക്കുക. യൂസർ ഇൻപുട്ട് ഫ്ലോ ആടുന്ന് ആർ യു ഇൻട്രസ്റ്റഡ് നോക്ക്. അറിയൂ. ആർ യു ഇൻട്രസ്റ്റഡ്. ആ സേവ് ചെയ്ത് നിങ്ങൾ, പക്ഷെ അത് ആദ്യം ഇത് കൊടുത്താലോ സേവ് ചെയ്യാനോ. ഏത് അത് ഏത് താഴോട്ട് പോട്ടെ. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെയാണ് ആടെ ഉണ്ടാക്കേണ്ടിയിരുന്നത്. നീ താഴോട്ട് പോട്ടെ, സേവ് കൊടുക്ക്, ചിലപ്പോൾ സേവ് ആവും. ഇല്ല, ആയിട്ടില്ല. സേവ് കൊടുത്താലേ ആർ യു ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല. നിങ്ങൾ സേവ് യു- കൊടുത്ത് നോക്കിയാ. ഇതാ യൂസർ ഓക്കെ. ഇൻപുട്ട് കൊടുത്തില്ല. അത് അതാണ് ഇതാക്ക്, അത് ക്ലോസ് എവിടെ? ചെയ്യും. നിങ്ങൾ ഞാൻ അതിൽ പോകാൻ പണിക്കില്ലല്ലോ. താഴെ ഒന്ന് ഇപ്പം താത്തിയിട്ട് താഴെ സേവ് കൊടുത്തതിന് ഇപ്പുറം ക്ലോസ് ഉണ്ട്, ക്ലോസ് കൊടുക്ക്. ആ അതിനിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുക. ശരി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വെക്കുക. ആ ആടെ ആർ യു ഇൻട്രസ്റ്റഡ് നോക്കുക. ഫ്രീ കോവേർഡ്. പ്രിയ, മറ്റേ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഞാൻ ഒറ്റയൊന്നുമില്ല എല്ലാം കൊടുത്തത്. മൾട്ടിപ്പിൾ ചോയ്സിൽ കൊടുത്തു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ എങ്ങനെ ചെയ്ത് അതുപോലെ. അതുപോലെ വേണ്ടു നോക്കുക. നിങ്ങൾ ആടെ ഒന്നും കൊണ്ടുവക്കില്ല, ആടെ അതൊന്നും അല്ല കൊടുക്കണ്ടേ. ആ ആടെ ആർ യു ഇൻട്രസ്റ്റഡ്. എവിടെ? കസ്റ്റമില്ല. ആ അതല്ലെങ്കിൽ കസ്റ്റമിലാണോ? കസ്റ്റം ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ ഫുള്ളായിട്ടാണ് പേസ്റ്റ് ചെയ്യും എല്ലാം. ആ അനിമേഷൻ ആർ യു ഇൻട്രസ്റ്റഡ് വേണോ? ആൾക്കാർ വേണ്ട, ഇല്ല അത് അപ്പുറം തോന്നുന്നുണ്ട്. നമ്മൾ നോക്കാം. എനിക്ക് അതൊന്ന് താത്തി അങ്ങനെ അത് സെയിൻ ആക്കാനാക്കില്ല, നമുക്ക് ഡിസൈൻ ആക്കാം. ആ അതെ. പോര്, നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വർക്കൗട്ട് ആവുമോ നോക്കാം. താത്ത് ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. അതിൻ്റെ പാക്കറ്റ് ആ പാക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റുന്നു. ഉം. സേവ് കൊടുത്ത് നോക്കാം. ശിവ, ഉം. ശിവ കാ ഉം. നോമ്പറന്നോടെ, നോമ്പില്ലേ? ഉണ്ട് ആയിക്കില്ല. ആ ബാങ്ക് ആരാ കൊടുക്കാനേ. നിങ്ങൾ അസറ സ്കെച്ചാ? ഇല്ല, വിശ്വസിക്കില്ല. എന്നാ വേഗം സ്കെച്ചാ. ആയിക്കോട്ടെ. ഇത് നമുക്ക് കഴിഞ്ഞിരിക്കും അല്ലേ? ആ ഇത് കഴിഞ്ഞിട്ട് ഇത് സേവ് ആക്കണോ? ഇതൊന്നും വേണ്ട, അത് ആടെ സേവ് ആണ്. സേവ് ആകുന്നില്ല, ആടെ സേവ് ആക്കിയേക്ക്. വാർണിംഗ്, ഓൾ കോമ്പൗണ്ട് ഷുഡ് ബി കണക്റ്റഡ്. ഓക്കെ ഓക്കെ. അതിവിടെ ഇതില്ലോണ്ട ഈ ഒന്ന് നമ്മൾ ഇത് ഡിലീറ്റ് ആക്കിയാലോ പോകും. ഏ
ഇത് ഡിലീറ്റ് ആക്കിയ ഡിലീറ്റ് ആക്കടാ. ആ അതിന് സേവ് കൊടുത്തു. വാർണിംഗ് സം കോമ്പൗണ്ട്സ് നോ ഡാറ്റ. നമ്മൾ മൂന്നെണ്ണം നമ്മൾ കൊടുത്തിട്ടില്ലേ നമ്മളെ സീക്വൻസ് മെസ്സേജ്, ആ അതിലെല്ലാത്തിലും ഇവിടെ 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 ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തത്. എവിടെ എവിടെ? അല്ല സെൻട്രൽ നിങ്ങൾ സെലക്ട് ചെയ്തത് അയ്യൻ ആർ തന്നെ ആർ തന്നെ. ഇവിടെയാണോ? ആ ഇവിടെയാണോ? ആ സേവ് കൊടുത്തു നോക്കത്താ. കിട്ടിയില്ലല്ലോ. സേവ് കൊടുത്തു സേവ്. കിട്ടിയില്ല. അവിടെ ആ സാധനം ഇല്ല. ആർ യു ഇൻട്രസ്റ്റഡ് എവിടെ പോയി? അല്ല ഇൻപുട്ട് ബ്ലോ അല്ല കൊടുത്തു. ഇത് ക്ലോസ് ചെയ്യും നിങ്ങൾ ക്ലോസ് ചെയ്യും. ആ ഇവിടെ 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 ഇതില്ലേ ഇതില് ഇവിടെ രണ്ടാമത്തെ യൂസർ ഇൻപുട്ട് ഫ്ലോ അല്ലേ. യൂസർ അതിലല്ല